ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെ വലിയ ആൾക്കാരൊക്കെ ചേട്ടാന്ന് വിളിക്കും, മാമാന്നൊക്കെ വിളിച്ചിരുന്നത്. അവരോടുള്ള ബഹുമാനം കൊണ്ടും നമ്മളേലും വളരെ വലുതായതിൻ്റെ പേരിലും അവരെ ചേട്ടാ മാമാന്നൊക്കെ വിളിക്കും. അങ്ങനെ കാലങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി, നമ്മളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മളാ ചെറുപ്പകാലത്തിലുള്ള പോലത്തെ ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെ ചേട്ടാന്ന് വിളിക്കണവരുണ്ട്, മാമാന്ന് വിളിക്കണവരുണ്ട്, അങ്കിൾ എന്നൊക്കെ വിളിക്കണവരുണ്ട്. അപ്പോൾ ആ പഴയ തലമുറയിലുണ്ടായ ചേട്ടന്മാരും മാമന്മാരൊക്കെ വാർദ്ധക്യത്തിലേക്ക് എത്തി. ചില ആൾക്കാരുകളൊക്കെ മരണപ്പെട്ടു പോയി. അപ്പോൾ നമ്മളിന്ന് മാമനും ചേട്ടനായിരിക്കുകയാണ്. നമ്മളും വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും, നമ്മളും പ്രായമായി മരണപ്പെടും. അപ്പം അങ്ങനെ ഈ ഓരോ തലമുറകളും ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കണം, ഓരോ തലമുറകളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, ഈ ഭൂമിയിൽ സ്ഥിരമായിട്ടൊന്നും തന്നെ ഇല്ല, സ്ഥിരമായിട്ട് നിൽക്കുന്നൊന്നും തന്നെ ഇല്ല. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം, ഭൂമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നല്ല ഭൂമിയുടെ അച്ചുതണ്ടിയിൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളും ആ ഭൂമിയിൽ ഒന്ന് ജനിച്ച് വീഴണം, ആ കറക്കത്തിൽ നമ്മൾ പ്രായമാവണം, നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ആയുസ്. അല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് നാൾ ജീവിച്ചിരുന്ന് പോകാനൊന്നും പറ്റില്ല. ജീവിക്കുന്ന കാലത്തോളം സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രതിസന്ധികൾ നമ്മളെ മുന്നിൽ വരുന്നതിന് തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പല വീഡിയോയിൽ ഞാൻ പറയല്ലേ, ശ്രമിക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കെല്ലാവരും എപ്പോഴും സോൾവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ശ്രമിച്ചു കൊണ്ടിരുന്ന് നമ്മൾ സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ തലമുറകൾ വന്നും ഓരോ തലമുറകൾ പോയും ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നാളെ എന്ന് പറയുന്നൊരു ദിവസം നമ്മളൊക്കെ ഉണ്ടാവുമോ എന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവർ തന്നെയാണ്. അപ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവർക്കും നല്ല വരട്ടെ.